ഗുഡ് ആഫ്റ്റർനൂൺ. പാഠം 7 വേടന്റെ ധർമ്മോപദേശം. അതാണ് നമ്മുടെ 7ാമത്തെ പാഠം. അപ്പൊ 6 പാഠത്തിന്റെ നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം. 6ാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോ പാഠം 7 വേടന്റെ ധർമ്മോപദേശം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് ശ്രദ്ധിക്കണം, വായിക്കാം. മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടിയെത്തിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആഗതനായ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രമെടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞ് വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷയ്ക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോട് കാട്ടിയ ഈ അവഹേളനം കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇത് കണ്ട ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർത്തൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിൽ ഇരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നു പോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സ്വാധി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിൽ മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവ്യാധൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്നുകണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്നു കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപുരിക്ക് യാത്രയായി. മിഥിലയിലെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവ്യാധനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലിൽ നിന്ന് തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികൻ അത്ഭുതം ഇരട്ടിച്ചു. ഇതെന്തൊരത്ഭുതം! നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ, കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഒടുവിൽ ധർമ്മവ്യാധൻ കൗശികനെ തന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. വേടന്റെ സർവ്വ ഐശ്വര്യത്തിനും നിദാനം അവരുടെ അനുഗ്രഹമായിരുന്നു. അവരായിരുന്നു അയാളുടെ കൺകണ്ട ദൈവങ്ങൾ. അതിനാൽ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു ആ വ്യാധന്റെ ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിത പാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികന് ബോധ്യപ്പെട്ടു. മനസ്സിലായോ കഥ? വേടന്റെ ധർമ്മോപദേശം എന്നാണ് കഥയുടെ പേര് അല്ലെ. ധർമ്മം ഉപദേശിക്കുന്നത് വേടൻ അല്ലെ. അപ്പൊ എന്താ പറയുന്നതില്? മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം. ജനപദം എന്ന് പറഞ്ഞാൽ ഗ്രാമം അല്ലെങ്കിൽ ദേശം എന്നൊക്കെയാണ് അർത്ഥം. ജനപദം അല്ലെ. മിഥിലയുടെ സമീപത്തുള്ള, അടുത്തുള്ള, സമീപം, അടുത്ത്. അപ്പൊ മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദമാണ് നമ്മൾ പറയുന്ന സ്ഥലം അല്ലെ ഇപ്പം ഇവിടെ പറയുന്നത്.
ഒരു ഗ്രാമത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു ആര്? കൗശികൻ എന്ന ആള്, അല്ലെ? തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. ഈ കൗശികൻ എന്ന് പറഞ്ഞ ആള് എങ്ങനെയുള്ള ആളായിരുന്നു? തപസ്വിയും പണ്ഡിതനുമായിരുന്നു, അല്ലെ? അപ്പോ മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജനപദം എന്ന് പറഞ്ഞാൽ ഗ്രാമം അല്ലെങ്കിൽ പ്രദേശം. അപ്പോ അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്ന കൗശികനെ കുറിച്ചാണ് പറയുന്നത്. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടിച്ചു പറഞ്ഞാൽ എന്താ അറിയോ? കാഷ്ടം. കാഷ്ടിച്ചു, അല്ലെ? കാഷ്ടം എന്ന് പറയാ അത് കാക്കയൊക്കെ നമ്മുടെ തലയിൽ തുറിയിടാറുണ്ട്, അല്ലെ? അതുപോലെ പക്ഷി ചെയ്തു. ഓക്കെ. അപ്പോ ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് കൗശികൻ എന്തായി? ക്രുദ്ധനായി, ദേഷ്യം വന്നു, അല്ലെ? തലയില് കാഷ്ടം വീണ സമയത്ത് എന്തായി? ക്രുദ്ധനായി, കോപിഷ്ഠനായി, അല്ലെ? അദ്ദേഹം കോപിഷ്ഠനായി. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് ചെയ്തു? അദ്ദേഹം മിഴികൾ ഉയർത്തി, കണ്ണുകൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു, അല്ലെ? മുനികളൊക്കെ നോക്കിയാൽ തന്നെ അവരുടെ കോപത്തിൽ തന്നെ നമ്മൾ ദഹിച്ച് ചാമ്പലാവുന്നാണ് പണ്ട്, അല്ലെ? ഓക്കെ. ചില ജ്ഞാനികള് ആയ മുനികള് നോക്കിയാൽ തന്നെ അവരെ ശാപം ഏൽക്കുന്നാണ് പറയുന്നത്. അതുപോലെ തപോധനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിച്ചു, അല്ലെ? അത് കഴിഞ്ഞ ശേഷം കൗശികൻ എന്തുണ്ടായി? വല്ലാത്ത ദുഃഖം ഉണ്ടായി. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അപ്പൊ ഭിക്ഷ തേടുകയായിരുന്നു, അല്ലെ? അദ്ദേഹം അന്ന് ഈ ഒരു ദുഃഖത്തോടു കൂടിയായിരുന്നു ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അപ്പോഴേ എന്താ ഉണ്ടായത്? അപ്പൊ അതുവരെ ഒന്നുകൂടി വായിക്കാം. മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം, അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ, അല്ലെ? തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി, അല്ലെ? കോപിഷ്ഠനായി. അശ്വിൻ, ലിസൺ ഹിയർ. എവിടേക്കാണ് നീ ശ്രദ്ധിക്കുന്നേ? ഓക്കെ. അദ്ദേഹം മിഴികൾ ഉയർത്തി, കണ്ണുകൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. എന്താ രോമല കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ ഇപ്പം? ചോറുണ്ടില്ല. ചോറുണ്ടാണോ ഇപ്പൊ? മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം, അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. എന്തൊക്കെ അർത്ഥം അറിയാനുണ്ടോ? തപോധനൻ എന്ന് പറഞ്ഞാൽ തപശക്തി ധനമായുള്ളവൻ, തപശക്തി നേടിയെടുത്തവനാണ് ആര്? തപോധനൻ. പിന്നെന്താണ്? എന്തൊക്കെ അർത്ഥം ഉണ്ടാവുള്ളൂ ചോദിച്ചോട്ടോ. ഓക്കെ. ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു, അല്ലെ? ഇത്രയാണ് അതിൽ പറഞ്ഞത്. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് ആരെ വിഷമിപ്പിച്ചു? കൗശികനെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം അന്നത്തെ ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടി എത്തിയ വീട്ടിൽ ഗൃഹനായിക പറഞ്ഞാരാ? ഗൃഹനായിക കുടുംബം ഭരിക്കുന്നവൾ, അല്ലെ? ഗൃഹത്തിലെ നായിക ആര്? കുടുംബനാഥ. എന്ത് ചെയ്തു? കുടുംബത്തിലെ പെണ്ണുങ്ങളായിരിക്കും കുടുംബനാഥ. എന്ത് ചെയ്തു? മാത്രമേ ആടി ഉണ്ടായിരുന്നുള്ളൂ. ആഗതനായ ബ്രാഹ്മണനെ കണ്ട്, ആഗതൻ എന്ന് പറഞ്ഞാൽ വന്ന ബ്രാഹ്മണനെ കണ്ട് എന്ത് ചെയ്തു? വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി. ആ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്ന് വലഞ്ഞ് വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായി? ഭർത്താവിനായി.
ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അല്ലെ, നമ്മൾ അകത്തേക്ക് പോയതിനു ശേഷം ചിലപ്പോ മറന്നു പോകും, ആ ഒരു ഇലങ്ങ് പോയി, അപ്പൊ പുറത്ത് നിൽക്കുന്ന ആളെ മറന്നു പോകും. അല്ലെ, അപ്പൊ സാധാരണഗതിയിൽ എന്താവും, അയാൾക്ക് ദേഷ്യം വരുന്ന ആളാണ് അല്ലെ, ആ പക്ഷിനെ തന്നെ ഒന്ന് നോക്കുമ്പോ അത് ചാമ്പലായി എന്ന് പറഞ്ഞു. അപ്പോ സാധാരണഗതിയിൽ കൗശികന് കോപം ജ്വലിക്കേണ്ടതായിരുന്നു, പക്ഷെ ഉണ്ടായില്ല. അല്ലെ, ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോകും. അതോടെ അവൾ ഭിക്ഷക്കായി വന്ന വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. അല്ലെ, കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. അപ്പോഴേക്കാണ് പുറത്ത് നിൽക്കുന്ന ആളെ ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഭിക്ഷയുമായി വേഗം ഓടിയെത്തി പുറത്തേക്ക്. എങ്കിലും തന്നോട് കാട്ടിയ ഈ അവഹേളനം, അല്ലെ, അവഹേളനം ആക്ഷേപം, അവഹേളനം എന്തായി, കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. അല്ലെ, ദേഷ്യം വന്നു. ഇത് കണ്ട ആ ഗൃഹനായിക എന്ത് പറഞ്ഞു? ദേഷ്യം വന്നു, പക്ഷെ അപ്പൊ എന്ത് പറഞ്ഞു ഗൃഹനായിക? അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർത്തൃ ശുശ്രൂഷയാണ്. അല്ലെ, ഭർത്താവ് വരുമ്പം ഭക്ഷണം വിളമ്പി കൊടുക്കണ്ടേ, അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? എന്റെ ധർമ്മം അനുസരിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. അല്ലെ, അവരുടെ ധർമ്മം എന്താ? ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം എന്നുള്ളതാണ്. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. അല്ലെ, വെള്ളിൽ പക്ഷിനെ എന്ത് ചെയ്തു? ക്രോധം കൊണ്ട് ജ്വലിച്ച് ചാമ്പലാക്കി തീർത്തു. അതുപോലെ എന്നെ ഒന്നും ചെയ്യരുത്, ദേഷ്യം വരരുത് എന്നാണ്, അല്ലെ, ആ ഗൃഹനായിക പറഞ്ഞത്. ഗൃഹനായിക ആരാർത്ഥം? എന്താ അർത്ഥം? കുടുംബനാഥ. കുടുംബനാഥ അങ്ങനെ പറഞ്ഞു. അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർത്തൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. അതുപോലെ വെള്ളിൽ പക്ഷിയല്ല ഞാൻ. അതുപോലെ എന്നെ ക്രോധം കൊണ്ട് ദഹിപ്പിക്കാൻ പാടില്ലെന്ന് ആര്? സ്ത്രീ പറഞ്ഞു. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്ന് പോയി. അല്ലെ, ഈ കൗശികൻ എവിടെയോ ഇരുന്നിടത്തുനിന്നാണ് പക്ഷി കാഷ്ടിച്ചത്. അപ്പോഴാണ് അവരെ പക്ഷിയെ ചാമ്പലാക്കിയത്. പക്ഷെ ഈ സ്ത്രീ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് കൗശികൻ ഇത് കേട്ടപ്പോൾ അമ്പരന്ന് പോയി. എന്തുകൊണ്ടാ? ഈ സ്ത്രീ എങ്ങനെയാ അറിഞ്ഞത് എന്ന് ഓർത്തിട്ടായിരിക്കാം. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സാധി അഭിപ്രായപ്പെട്ടു. അല്ലെ, സാധി പറഞ്ഞെന്നാ? സാധി എന്താണ് അർത്ഥം? സാധു സ്ത്രീ, അതാണ് സാധി. അപ്പോ മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്ന് പോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സാധി അഭിപ്രായപ്പെട്ടു. ആ സാധു സ്ത്രീ അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിൽ മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവേദൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്നുകണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്നും ആ സ്ത്രീ ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. അല്ലെ, ആ വേടനെ ചെന്ന് കാണണം ആര് പറഞ്ഞു? ആ സാധു സ്ത്രീ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് മിഥിലാപുരിയില് മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ട്, ധർമ്മവേദന എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആ മഹാത്മാവിനെ നിങ്ങൾ പോയി കാണണം, അതിന് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്ന് ഈ സ്ത്രീ ഉപദേശിച്ചു. അഹങ്കാരം അല്പം തുടങ്ങി. അല്ലെ, അത് കേൾക്കുമ്പോ എന്ത് ചെയ്തു? ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. അല്ലെ, ഞാൻ പോയി കണ്ടോളാന്ന് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അല്ലെ, അദ്ദേഹം ഉറച്ചിട്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ധർമ്മവേദൻ എന്നറിയപ്പെടുന്ന മഹാത്മാവിനെ ചെന്ന് കാണാൻ സ്ത്രീ ഉപദേശിച്ചു. അതുപോലെ തന്നെ അത് പോകാമെന്ന് ബ്രാഹ്മണൻ സമ്മതിച്ചു. അല്ലെ, കൗശികൻ സമ്മതിച്ചു. അങ്ങനെ ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ എന്ത് ചെയ്തു? മിഥിലാപുരിക്ക് യാത്രയായി. മിഥിലയെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവേദനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെടുന്നത്, അതായത് മാംസം വെട്ടിട്ടാ ജീവിക്കുന്നത്. അല്ലെ, ഓരോരോ ജീവിനെ കൊല്ലുകയാണ് അദ്ദേഹം. ഇത്രമാത്രം
എന്ത് നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹത്തെയാണോ ഞാൻ ധർമ്മത്തിനെ പറ്റി അറിയാൻ വേണ്ടി ഇവിടെ എത്തിയെന്ന് ഓർമ്മിച്ചിട്ടാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടത് അല്ലെ. നിഷിദ്ധം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കത്തക്കതാണ് നിഷിദ്ധം അല്ലെ. ഉപേക്ഷിക്കത്തക്കത് അതാണ് നിഷിദ്ധം. കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്ന് തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു അല്ലെ. എന്നിട്ട് പറഞ്ഞു എന്ത് ആ പതിവ്രതയുടെ, പതിവ്രത പറഞ്ഞാൽ ഭർത്താവിനെ നല്ലോണം ശുശ്രൂഷിക്കുന്ന ആളെയാണ് ആര് പറയാ, പതിവ്രത. നല്ല ഭാര്യയാണ് പതിവ്രത എന്ന് പറയാ അല്ലെ. ആ പതിവ്രതയുടെ ഭർത്താവിൽ മാത്രം നിഷ്ഠയുള്ളവളാണ് ആര്, പതിവ്രത. അപ്പൊ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ, അതും അവർക്ക് മനസ്സിലായി. എന്ന ചോദ്യം കേട്ടപ്പോ കൗശികൻ അത്ഭുതം ഇരട്ടിച്ചു അല്ലെ. ആദ്യം ആ സ്ത്രീ പറഞ്ഞു ഇന്നാളെ പോയി കാണണം, നിങ്ങൾ ആ പക്ഷിനെ ദഹിപ്പിച്ച ആളല്ലേ ചോദിച്ചു, അപ്പോഴൊന്ന് അമ്പരന്നു. അതിനുശേഷം ഇതേ ചോദ്യം തന്നെ ഈ ധർമ്മവേദനും ചോദിച്ചു അല്ലെ. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികനെ അത്ഭുതം ഇരട്ടിച്ചു. ഇതെന്ത് അത്ഭുതം, നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ. ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇയാള് നീചകർമ്മിയാണെങ്കിലും, അതായത് മാംസം വെട്ടി ജീവിക്കുന്ന ആളാണെങ്കിലും ദിവ്യൻ തന്നെയെന്ന് ആരെ, കൗശികന് തോന്നി. കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര്യ മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു അല്ലെ. അതിഥി പൂജകളെല്ലാം വീട്ടിലെത്തിയതിനു ശേഷം ഗൃഹം വീട്ടിലെത്തി, അദ്ദേഹത്തിനെയും കൂട്ടി വീട്ടിലെത്തി. അപ്പൊ അതിഥി പൂജകൾ എന്ന് പറഞ്ഞാൽ അതിഥികൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് സൽക്കരിച്ചതിന് ശേഷം അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു അല്ലെ. അപ്പൊ അത്ര മതി നമുക്കിന്നത്. അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായ, വേടന്റെ ധർമ്മോപദേശം എന്ന് പറഞ്ഞാൽ വേടൻ ധർമ്മോപദേശം ചെയ്യാണ് അല്ലെ. അപ്പൊ മിഥിലയുടെ ഒന്നുകൂടി വായിക്കാതെ, മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം, അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്യം പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടാനെത്തിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആഗതനായ എന്ന് പറഞ്ഞാൽ വന്ന ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞ് വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോട് കാട്ടിയ ഈ ആക്ഷേപം എന്ന് ആക്ഷേപം എന്നാണ് അർത്ഥം, കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇത് കണ്ട ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭക്തി ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ഈ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നുപോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സ്വാതി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിൽ വിക്രയം എന്ന് പറഞ്ഞ അർത്ഥം വിൽപ്പന അല്ലെ. മാംസം വിൽക്കുന്ന, വിക്രയം എന്ന് പറഞ്ഞാല് വിൽപ്പന എന്നർത്ഥം. മാംസം വിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവേദൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്ന് കണ്ട്
ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപുരിക്ക് യാത്രയായി. മിഥിലയിലെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവേദനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്ന് തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. സാദരം എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടി തന്റെ പക്കലേക്ക്, തന്റെ അടുക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികന് അത്ഭുതം ഇരട്ടിച്ചു. ഇതെന്ത് അത്ഭുതം! നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ, കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി, അല്ലെ, വീട്ടില് എത്തി. അതിഥി പൂജകളെല്ലാം അതിഥിയെ എങ്ങനെ സൽക്കരിക്കുന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാരമര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഓക്കെ, ഇത്രയാണ് അത്ര പറയല്. ബാക്കി 2 പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ ആരാ ഇതൊന്ന് വായിക്കുന്നേ? ഓക്കെ, ആരൊരാളെ കൈപ്പൊക്കുന്നുള്ളൂ. ആതിര ഒന്ന് വായിച്ചേ മോളെ. വേടന്റെ ധർമ്മോപദേശം. മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും പണ്ഡിതനുമായിരുന്ന അദ്ദേഹം പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ചു ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടി എത്തിയ വീട്ടില് ഗൃഹനായിക മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ആഗതനായ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞു വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷയ്ക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോട് കാട്ടിയ ഈ അവഹേളനം കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇത് കണ്ട ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർതൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിൽ ഇന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്നും കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നു പോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സ്വാതി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിൽ മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവ്യാധൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്നു കണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്ന് ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നടങ്ങിയ ബ്രാഹ്മണൻ അതിൽ സമ്മതിച്ചു. ആ വേടനെ ചെന്നു കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപുരിക്ക് യാത്രയായി. മിഥിലയിലെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവ്യാധനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവെച്ചിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്നു ചെന്നു തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ ഇതെന്താ അത്ഭുതം! നീചകർമ്മിയാണെങ്കിൽ ഇയാൾ ദിവ്യൻ തന്നെ, കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ
കൊട്ടാരത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവൾ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര മര്യാദകളെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഓക്കെ, അടുത്താരാ വായിക്കുന്നേ? ജസ്റ്റസ്. ഓക്കെ. വേടന്റെ ധർമ്മോപദേശം. ഇറ്റലിയുടെ സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ട മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടിയെത്തിയ വീട്ടിൽ ഗൃഹനാഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഗാധനായ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു പറഞ്ഞ് വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷയ്ക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നുപോയി. കുറെ കഴിഞ്ഞാണ് അവൾ അക്കാര്യം ഓർമ്മിച്ചത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോട് കാട്ടിയ ഈ അവഹേളനം കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇത് കണ്ട ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം പത്ര ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? വൃക്ഷത്തിൽ ഇരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നുപോയി. ബ്രാഹ്മണനെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സ്വാതി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിൽ മാംസ വിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവ്യാധൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്ന് കണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പം നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപുരിയിലേക്ക് യാത്രയായി. മിഥിലയിലെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവ്യാധനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിശ്ചിത കർമ്മത്തിൽ ഏർപ്പെടുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകും എന്ന് അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്ന് തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ താങ്കൾ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികന് അത്ഭുതം ഇരട്ടിച്ചു. ഇതെന്തത്ഭുതം! നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ, കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര്യ മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. കഴിഞ്ഞു സർ. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ലപോലെ വായിക്കണേ. ഇപ്പൊ ആരാ ഇനി അടുത്ത് വായിക്കണേ? 2-3 തവണ അത് വായിക്കണേ. ശ്രീവിഷ്ണു കേൾക്കുന്നുണ്ടോ? ശ്രീവിഷ്ണു സ്ട്രക്കാണോ? ആരോമൽ വായിച്ചോ? എന്താ വായിച്ചോ? വായിക്കണോ? എന്തേ വായിക്കാൻ ഇത്ര മടി? എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഞാനിത് വായിച്ചു പഠിച്ചിട്ട് വായിച്ചാ പോരെ? വായിച്ചേ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലല്ലോ. ഓക്കെ. അപ്പൊ എല്ലാവരോടും വായിക്കണേ. 2-3 തവണ എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ.